ഒറ്റ മകനേ ഉള്ളൂ. ഒരുപാട് സമ്പാദ്യമുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാ. ഒക്കെ ശരിയായിരിക്കും. മോള് വിഷമിക്കണ്ട. മാമാനോട് ഇക്കാര്യം ഞമ്മള് സംസാരിക്കാം. ഞാനിനി കമ്പനി അക്കോമഡേഷനിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. മോളിപ്പ അങ്ങനെയൊന്നും ചെയ്യണ്ട. അതൊക്കെ എടുത്തുചാട്ടാവും. എനിക്കിതൊന്നും പറയാൻ മറ്റാരും ഇല്ലാത്തോണ്ടാ. എന്റെ ബാപ്പാടെ സ്ഥാനത്ത് ഞാൻ ഇക്കാനെ കണ്ടതുകൊണ്ടാ ഇതൊക്കെ പറയുന്നേ. എന്താ ഇത്? എന്റെ ഷാജഹാന്റെ മോള് സങ്കടപ്പെടുക? അതൊക്കെ പോട്ടെ. മോളോട് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യം പറയാനുണ്ട്. എന്താ ഇക്കാര്യം മോള് മറ്റാരോടും പറയരുത്. ഞാൻ ആരോട് പറയാന്? എനിക്ക് ലോട്ടറി അടിച്ചു കുട്ടിയെ. ഏത് ലോട്ടറി? നമ്മുടെ മൊബൈൽ കമ്പനി തരുന്ന ലോട്ടറി. ഏത് മൊബൈൽ കമ്പനി? ഇതിലുള്ള മെസ്സേജ് വായിച്ചാല് മോക്ക് സംഗതി മൊത്തം പിടികിട്ടും. ഇതിലങ്ങനെ ഒരു മെസ്സേജ് ഇല്ലല്ലോ. ആരൊക്കെ എടുത്ത് പറഞ്ഞത്? മോൾ എന്നെ കളിയാക്കാൻ വേണ്ടി പറയാ. നല്ലോണം നോക്കി. ഇതിലാകെ 3 മെസ്സേജാ ഉള്ളത്. അത് 3 സിം കാർഡ് റീചാർജ് ചെയ്യാനുള്ള സമയമായി എന്നുള്ളതാ. ഞാൻ കണ്ട കിനാക്കളൊക്കെ വെറുതെ ആയില്ല. ഇക്കയോട് ആരെയും നുണ പറഞ്ഞത്? എന്തു പറ്റി? അയ്യോ അല്ല, അയ്യോ എന്തു പറ്റി? അല്ല അയ്യോ, ഒന്ന് ഓടി വരണേ. ഡോക്ടർ, മാഹി എന്ന പേഷ്യന്റ് എങ്ങനെയുണ്ട്? കുട്ടി മാഹിന്റെ ആരാണ്? മോളാ. മാഹിനിക്കായ്ക്ക് ഞാൻ അറിയാത്തൊരു മോള്. സോറി ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മോള്. മാഹിനിക്ക കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റാണ്. മുമ്പ് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന്. ഇപ്പൊ എന്താണാവോ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ല. എനിവേ, ഇറ്റ്സ് ഓൾറൈറ്റ് നൗ. ഇന്ന് ഏതായാലും ഐസിയുയിൽ കിടന്നോട്ടെ. നാളെ നമുക്ക് വാർഡിലേക്ക് മാറ്റാം. ഡോക്ടർ, ഒന്ന് കാണാൻ. സോറി, അദ്ദേഹം സഡേഷനിലാണ്. ഓക്കെ. സൗമ്യ, നീ എവിടെയാ? ഞാനിവിടെ ന്യൂ ഫാത്തിമ ഹോസ്പിറ്റലിലുണ്ട്. അമ്മയെ കാണിക്കാൻ വന്നതാ. എന്നിട്ട് കാണിച്ചോ? കാണിച്ചു. അമ്മ ടാക്സി പിടിച്ച് തിരിച്ചുപോയി. ഞാനിവിടെ ബ്ലഡ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്, മുകളിൽ ഐസിയുന്റെ അടുത്തേക്ക് വാ. എന്തു പറ്റി? ആരെ അഡ്മിറ്റ്? അതൊക്കെ പറയാം, നീ ഇങ്ങ വാ. ദാ ഞാനിതാ എത്തി. ഡോക്ടർ എന്താ പറഞ്ഞത്? പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തു എന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആരെയും അകത്തേക്ക് കയറ്റി വിടണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആരായി മുനവർ? അവനെ വിവരം അറിയിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത, പക്ഷെ മൊബൈൽ സ്വിച്ച് ഓഫാ. അതല്ല വിഷയം, അവനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. അവനെന്റെ ക്ലോസ് ഫ്രണ്ടാണ്, മായക്കയുടെ റൂംമേറ്റോ. എനിക്ക് അയാളെ ഒന്ന് കാണണമായിരുന്നു. അതിനെന്താ, നാളെ തന്നെ കാണാമല്ലോ. ഗുളികയെല്ലാം കഴിച്ചോ? കഴിച്ചു കുട്ടിയെ. വല്ലാത്ത കയ്പ്. അസുഖം മാറാൻ മരുന്ന് കഴിക്കണം. അതിന് കയ്പ് മധുരമൊന്നും നോക്കാൻ പാടില്ല. നോക്കണേ, പഠിച്ചോന്റെ ഓരോരോ കുതിർത്ത്. മുമ്പൊക്കെ ഞാൻ ആശുപത്രി കിടന്നാ
മോളുടെ ബാപ്പയായിരുന്നു ഇന്നും കൂടെ. ഇക്ക ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. ആ, മുനവർ മോനോ? മായിക്ക, എങ്ങനെയുണ്ട് മായിക്ക? ഭേദമുണ്ട്. ഗുളികയൊക്കെ കഴിച്ചോ? കഴിച്ചു ഡോക്ടർ. പ്ലീസ് ഒന്ന് പുറത്ത് നിൽക്കൂ. നിങ്ങളാണ് മുനവർ അല്ലേ? നിങ്ങളുടെ റൂംമേറ്റ് അല്ലേ മാഹിനിക്ക? ഒരു പാവ മനുഷ്യന്റെ ജീവിതം കൊണ്ട് വേണമായിരുന്നു ഈ കുട്ടിക്കളി. ഞാനതത്ര സീരിയസ് ആവുന്ന കരുതിയില്ല. മാഹിനിക്ക എന്റെ ആരും അല്ലെങ്കിലും ഞാൻ എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളാ. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നലെ രാജീവ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. മുനവറിനറിയോ, 3 വർഷമായി ഡോക്ടർ ലിസിയുടെ സ്ഥിരം പേഷ്യന്റാ മാഹിനിക്ക. ഇതിനു മുമ്പൊരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നയാളാ. ഇനിയൊരു അറ്റാക്ക് കൂടി വന്നാൽ ഒരുപക്ഷെ 2 പെൺകുട്ടികളും അവരുടെ അമ്മയെ അനാഥരാവും. ആ, ഇന്നൊരു ദിവസം കൂടി ഇവിടെ റെസ്റ്റ് എടുത്തോട്ടെ. നാളെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. എടാ മുനോവർ, നീ എവിടെയായിരുന്നു? ഇന്ന് കാലത്തോട്ട് ഞാൻ നിന്നെ അന്വേഷിക്കുക. നിന്റെ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫും. ഏതായാലും നീ മായക്ക കാണാൻ വന്നല്ലോ, എനിക്കത് മാത്രം മതി. അതെന്താ രാജീവ്? ഇന്നലെ രാത്രി ഞാൻ ഇവനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോ ഇവന് ഡൗട്ടായിരുന്നു. കാരണം ഇവനെല്ലാം കളിതമാശാണല്ലോ. താനൊക്കെ എന്ത് മനുഷ്യനാണോ? അദ്ദേഹം ആരാന്ന് നിനക്കറിയോ? രാജീവ്, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ആ സ്നേഹവാത്സല്യം, ആ സ്വാന്തനം എത്ര വില കൊടുത്താലേ കിട്ടുക? എന്റെ മായിക്ക് ഈ പരുവത്തെ കാണാനിടയൊക്കെ നിന്നെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ? മനസ്സിലുള്ളത് മൊത്തം തുറന്നു പറഞ്ഞിരിക്കും. എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. നിങ്ങളൊന്നും അറിയാത്ത ആ മനസ്സ് അതെനിക്കറിയാം. ആരും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പെണ്ണിനെയും 2 പെൺമക്കളെയും സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത മഹാത്യാഗിയാണ് അയാൾ. മുമ്പൊരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, ഇക്കാക്ക് സ്വന്തം ചോരയെ പിറന്നൊരു കുഞ്ഞു വേണ്ടേന്ന്. അന്ന് അയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് നിനക്കറിയോ? സ്വന്തം രക്തത്തിലൊന്നുണ്ടാവുമ്പോ അതിനോട് ഇത്തിരി അടുപ്പം കൂടും. അത് ഭാര്യയ്ക്കും മക്കൾക്കും വിഷമമുണ്ടാക്കുന്നു. ചെറിയ പ്രായത്തിലെ കുറെ അനുഭവിച്ചുള്ള എന്റെ ഭാര്യന്ന്. ഇനി ഞാൻ കാരണം അവക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കണ്ടെന്ന്. പിന്നെ ആ മക്കൾക്കാണെങ്കിൽ ഞാനെന്ന് വെച്ചാ സ്വന്തം ബാപ്പയെ പോലെയാന്ന്. അതിൽ ഞാൻ സംതൃപ്തനാണെന്ന്. അതാണ് മായിക്ക. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോന്ന് പറഞ്ഞ് സമയം പോയി. വാ, നമുക്ക് മായിക്ക കാണാം. ആ സ്നേഹവാത്സല്യം, ആ സ്വാതന്ത്ര്യം എത്ര വില കൊടുത്താലും കിട്ടുക? ഒരു പാവ മനുഷ്യന്റെ ജീവിതം കൊണ്ട് വേണമായിരുന്നു ഈ കുട്ടിക്കളി. എന്താ ഇവിടെ? ഏയ്, ഷഫ്നെ ഒന്ന് കാണാൻ. എന്തു പറ്റി? ഒന്നുമില്ല. പിന്നെ ഷഫ്ന മാഹിനിക്കാട് അടുത്ത് പോയിരുന്നോ? ഞാനിന്ന് രാവിലെ ഫോൺ ചെയ്തിരുന്നു. ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. എന്താ, മുനവർ പോയില്ലേ? ഇല്ല. അതെന്താ? ഞാനൊരുത്തൻ കാരണമല്ലേ ആ പാവം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. ഒരു തെറ്റ് ഏത് പോലീസുകാരനും പറ്റും. അത് ഇനി ആവർത്തിക്കാതിരുന്നാ മതി. ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ ഏത് നദിയിലാണ് മുങ്ങിക്കുളിക്കേണ്ടത്? മുനവർ ടെൻഷൻ ആവാതെ പോയി മാഹിനിക്കെ കാണ്. മാപ്പ് പറയ്, അത്രേ വേണ്ടു. എല്ലാവരുടെ മുമ്പിലും ഞാനിപ്പോ കുറ്റവാളിയാ. ഒരിക്കലും അല്ല. മുനവറിന്റെ മനസ്സ് ഞാനിപ്പോ കാണുന്നു.
അത് നിഷ്കളങ്കമാ. ടെൻഷൻ അടിക്കാതെ മുനവർ പോയിക്കോ. എന്നെ മാമ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ആ. ആ ഹലോ മാമ, ഞാനിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ആ ഞാനിപ്പോ വരാവേ. എന്തൊക്കെ ഇത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോ കരയേ? അല്ലട രാജീവേ, പിന്നെ എൻ്റെ കുട്ടികളോട് ആദ്യമായിട്ട് ഞാൻ കള്ളത്തരം പറഞ്ഞു. എന്ത് കള്ളത്തരം? എനിക്ക് ലോട്ടറി അടിച്ച കാര്യേ ഞാൻ അവർക്ക് ഒരുപാട് ആശയം കൊടുത്തു. പക്ഷേ അതൊരു പറ്റിപ്പായിരുന്നെന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. കുറച്ചു മുന്നേ ഞാൻ വിളിച്ചിരുന്നപ്പോ 2 ദിവസം കഴിഞ്ഞ് പൈസ കിട്ടുമെന്നും ഞാൻ പറഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതോർത്തിട്ട് മായ്ക്ക് ടെൻഷൻ അടിക്കണ്ട. ബില്ല് എത്രയായത്? ഞാൻ നിനക്ക് പിന്നെയും കടക്കാരനായല്ലോ രാജീവേ. അതൊന്നും ഓർത്ത് ഇക്ക് വിഷമിക്കണ്ട. ഹോസ്പിറ്റലിലെ ബില്ല് മുഴുവൻ മുനോറ കൊടുത്തത്. അതിന്റെ നീ അവനോട് പറഞ്ഞത്? ഞാൻ പറയാതെ തന്നെ അവൻ കൊടുത്തു. അവൻ അഡ്വാൻസ് ആയിട്ട് എല്ലാം പേ ചെയ്തിരുന്നു. സാധനങ്ങളൊന്നും റൂമിൽ വെച്ച് മറന്നിട്ടില്ലല്ലോ? ഇല്ലില്ല, അതെല്ലാം ഞാൻ എടുത്ത് കാറിൽ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാ പോയേക്കാം. ഓക്കെ, വാ മെല്ലെ. ശവനെ പേടിച്ചേ, ശവനെ പേടിച്ചേ, ശവനെ പേടിച്ചേ. ശവനാക്ക നല്ല മധുരണ്ട്, കഴിച്ചോ? എനിക്ക് വേണ്ട, നൗഫൊക്കെ കഴിച്ചോ? പറ്റില്ല, കഴിക്കണം. ഷഫിയൊക്കെ അറിയാ എന്തിനാ കരയണേ? എന്നോട് ദേഷ്യ? ഒന്നുമില്ല. ഷഫിനെ കരയുന്നു, ഷഫിനെ കരയുന്നു. എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമില്ല മാമ. ഒന്നുമില്ലാതെ കരയാനും മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? മോളെ, നിന്നെ കുടുക്കിയിടാനോ വിഷമിപ്പിക്കാനൊന്നും അല്ല അന്ന് അമ്മായി അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മരണം വരെ രാജകീയമായിട്ട് ജീവിക്കാനുള്ളത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ ചെറിയൊരു അസുഖം, അത് കാലക്രമേണ ഭേദമായിക്കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ അതൊന്നും ഓർക്കുന്നില്ല. പിന്നെ തൽക്കാലം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ പതുക്കെ മതി, അല്ലെങ്കിൽ ആർക്കാ ഇവിടെ ധൃതി? ഈ ഒരു കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എനിക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഉപ്പാ, ഐസ്ക്രീം. ഉപ്പാ, ആരോടെങ്കിലും ഉള്ള ദേഷ്യം എന്റെ മോനോട് നിങ്ങൾ തീർക്കണ്ട. ഇത്രയും കാലം നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കി വളർത്തി. അതിന് നീ തിരിച്ചു നൽകിയ നന്ദി വളരെ വലുതായി പോയി മോളെ. ആഹാ, ഇന്ന് മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല. അങ്ങനല്ല, എന്തോ ഉണ്ട്. ആ, ഞാനിന്നൊരാളെ പരിചയപ്പെട്ടു. നീ അറിയും, നമ്മുടെ മണി എക്സ്ചേഞ്ച് ജോലി തരുന്ന ഷാജഹാന്റെ മകൾ. അന്ന് അല്ലേനിൽ ആക്സിഡന്റിൽ മരിച്ച. ആ അതെ അതെ, ഓൾക്കും ആ എക്സ്ചേഞ്ചിലായിപ്പോ ജോലി. ഒക്കെ പടച്ചമ്പുരാന്റെ ഒരു വിധിയേ. ഒരുപക്ഷെ പടച്ചോമ്പ്രാന്റെ വിധിയായിരിക്കാം ഇന്ന് എന്നെ ആ മുനിസിപ്പൽ പാർക്കിൽ പോവാൻ തോന്നിപ്പിച്ചത്. എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എനിക്കും ഒന്നും മനസ്സിലായില്ല. പാർക്കിൽ വെച്ച് നമ്മുടെ മുനവർ ഈ പെൺകുട്ടിയോട് സംസാരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. പടച്ച റബ്ബേ, എന്താ ഞാനീ കേക്കണേ? അവൻ ഈ കുട്ടിയോട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ? ഏയ്, അവര് സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം ഞാൻ ആ കുട്ടിയെ പരിചയപ്പെട്ടു. അപ്പോഴാണ് അറിഞ്ഞത് അവള് ഷാജഹാന്റെ മകളാണെന്ന്. അവളുടെ സംസാരത്തിൽ മുനവറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. രണ്ടുപേർക്കും ചെറിയൊരു ഇഷ്ടമുണ്ടോന്നൊരു സംശയം. സത്യാണോ നിങ്ങളീ പറയണത്? എന്റെ റബ്ബേ, എങ്ങനെങ്കിലും ഓന്റെ സ്വഭാവം ഒന്ന് മാറിയാ മതിയായിരുന്നു. അല്ല, ഓള് നമ്മുടെ മുനോറിന് ചേരുവോ? ആഹാ, നീ അപ്പോഴേക്കും കല്യാണാലോചന തുടങ്ങിയോ? ഓ, ഞാൻ അങ്ങോട്ട് നടത്തി. നിങ്ങളിരിക്കെ, ഞാൻ ചായ ഇട്ടുണ്ട് വരാം. ഹലോ. ഹലോ,
എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായി. ഇയാളെക്കുറിച്ച് ഞാനിന്ന് പല കാര്യങ്ങളും കേട്ടു. നേരാണോ ഇതൊക്കെ? ഈ മുനവറിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കവാറും സത്യവാനെ തരുള്ളൂ. ഇത്രയും മോശപ്പെട്ട ആളാണോ? ഇപ്പോഴല്ല, നേരത്തെ ആയിരുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ അത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമില്ലല്ലോ. വിരോധമില്ലെങ്കിൽ നമുക്ക് നേരിട്ടൊന്ന് കാണാം നാളെ. അതിനെന്താ, തീർച്ചയായും വരാം. ഓക്കെ. ഓക്കെ, ബൈ. ശരി, ബൈ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും വീട്ടിലേക്കൊന്ന് പോയിക്കൂടെ? മുനവറിന്റെ സ്വന്തം ഉമ്മയുപ്പയുള്ള വീടല്ലേ അത്? എന്നെ നീ വിശ്വസിക്കണം ഷഫ്ന. ഞാൻ പോയിരുന്നു. എന്നിട്ട് വേണ്ടിയിരുന്നില്ലാന്ന് തോന്നുന്നു. എന്തുണ്ടായി? ആരും അറിയാതെ, ആരോടും പറയാതെ ഞാൻ സ്വയം എടുത്ത തീരുമാനത്തിൽ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി പോവായിരുന്നു. സമ്മതം ചോദിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ഈ ബിസിനസിന്റെ ഒരു സ്റ്റൈലല്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? ഇതൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ചേച്ചി, ഞങ്ങള് ബിസിനസ്സുകാരാ. കള്ള്, പെണ്ണ്, വിസ ഇതൊക്കെയാ ഞങ്ങളുടെ മെറ്റീരിയൽ. ബാപ്പാടെ സൂപ്പർ മാർക്കറ്റ് 25 വിസ ഉണ്ടെന്ന് പറഞ്ഞേ 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിപ്പോയതാ നിങ്ങളുടെ മോൻ. വർഷമൊന്നു കഴിഞ്ഞു. ഇപ്പൊ അത് വാപ്പയല്ല മോനല്ല എന്ന് പറഞ്ഞ് നാടകം കളിച്ച് മുങ്ങി നടക്കല്ലേ. ഇതൊക്കെ ഞങ്ങൾ പറയുന്ന തേർഡ് ക്ലാസ് ഐഡിയ ആണ്. അത് വെച്ച് ഞങ്ങൾക്കിട്ട് പണിയാൻ നിന്നാലുണ്ടല്ലോ. എന്താ, ആരാ വന്നത്? അറിയില്ല. അവര് നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. മോൻ വിസയ്ക്ക് വാങ്ങി 1 ലക്ഷം ദർഹം ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ അവനെ കൊന്നുകളയെന്ന് പറഞ്ഞു. 1 ലക്ഷം? അങ്ങനെ അവര് പറഞ്ഞത്. വേഗം പോലീസിൽ അറിയിക്കണം, ഇല്ലെങ്കിൽ. ഏയ്, ഒന്നും വേണ്ട. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഒരു രേഖയില്ലാതെ ഇത്രയും തുക എറിഞ്ഞു കൊടുക്കാൻ അവർ ചില്ലറക്കാരാവോ? അപ്പോ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ സഹിക്കണം, ഒക്കെ സഹിക്കണം. ഇല്ലെങ്കിൽ തിരിഞ്ഞു പറഞ്ഞ് എല്ലാം കൂടി സ്വന്തം മകൻ അനുഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അത് സഹിക്കുമോ നിനക്ക്? കുഞ്ഞാക്ക. അതെ, തൽക്കാലം ഒപ്പിച്ചു കൊടുത്താൽ ആ പ്രശ്നം അവസാനിക്കില്ലേ? ഇതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ തീർത്തു. എന്നാൽ അവന്മാർ നല്ലവരാ, നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. സമാധാനം. തൽക്കാലം നീ വാ, നടക്കും. ഇവിടെ ഞങ്ങക്ക് സമാധാനം തരില്ലേ? ഉമ്മ. ഉമ്മ? ആരാ നിന്റെ ഉമ്മ? കണ്ട തെമ്മാടികളുടെ തല്ലും കൊണ്ട് ജീവൻ പോയെന്ന് നോക്കാൻ വന്നതാണോ? ഉമ്മ, ഞാൻ പറയട്ടെ? ഞാൻ പറയാം കുഞ്ഞാക്ക. ഇവൻ കാരണം സ്വന്തം വീട്ടിൽ കൂടി മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതെയാ ഇങ്ങോട്ട് വന്നത്. എന്ത് തെറ്റാടാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? മുലപ്പാല് തന്നെയല്ലേ നിനക്ക് തന്നത്, അല്ലാതെ വിഷമൊന്നും അല്ലല്ലോ. മതി പറഞ്ഞത്. പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇവനെ കണ്ടൊന്നു വരില്ല. 25 കൊല്ലം തീറ്റിപ്പോറ്റിയ ഇവരെ നിനക്ക് വേണ്ടെങ്കിൽ നിന്നെ എനിക്കും വേണ്ട. എന്റെ മയ്യത്ത് കാണാൻ പോലും നീ വന്നേക്കരുത്. പൊയ്ക്കോ, പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ. കുഞ്ഞോളെ, മോനെ, മുനോറെ, മോനെ, കുഞ്ഞോളെ. ആ നേരത്തെ സങ്കടത്തിന് ഉമ്മ അങ്ങനെ പറഞ്ഞു. അത് ശരി തന്നെയേ. അതൊക്കെ മറന്ന് നാളെ വീണ്ടും മുനവർ പോണം. ആ മനസ്സ് മുനവറിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ചെറിയൊരു സംസാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഷഫ്ന, ചെയ്തു പോയ തെറ്റിന് എന്ത് പശ്ചാത്താപമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് പുണ്യനദിയിലാ പോയി കുളിക്കേണ്ടത്? മുനവറിനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാരമില്ല, ഒക്കെ ശരിയാവുന്നെന്റെ മനസ്സ് പറയുന്നു. ഒരു സങ്കടം ആരോടെങ്കിലും പറഞ്ഞാൽ തീരുവെന്ന കേട്ടുകേൾവി. ഇപ്പൊ എനിക്ക് ആശ്വാസമായി. ഞാൻ പോവാ. കൊള്ളാം. അങ്ങനെ നല്ല കുട്ടിയായി പോയിക്കോ. അതിനു മുമ്പ് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പോകും മുമ്പ് എന്താന്ന് വെച്ചാ പറ. വേണ്ട, അത് പിന്നെ പറയാം. നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചു, നമുക്കിടയിൽ മറച്ചു വെക്കാൻ എന്താ കാര്യം? അത് വാക്കുകൾ കൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്ന്, പക്ഷേ മനസ്സുകൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഒന്ന്. ഒന്ന് തെളിച്ച് പറ മുനവർ. ഞാൻ വിളിച്ചാൽ ഷഫ്ന വരുമോ? എങ്ങോട്ട്?
എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിധികർത്താവായി എൻ്റെ ജീവിതത്തിലേക്ക്. മുനവർ, അതെ, ഈ വേനലിന്റെ നാട്ടിൽ നമ്മളൊക്കെ വെറും വേനൽ പക്ഷികൾ. നമുക്കിടയിലുള്ളത് പങ്കുവയ്ക്കാൻ നമ്മൾ മാത്രം.